വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ കേട്ടു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10:47 വാക്യം. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ബർത്തിമായി ഒരു സുപ്രധാന വാർത്ത കേട്ടു. ക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന ജനക്കൂട്ടത്തിന്റെ ശബ്ദം ബർത്തിമായി കേട്ടു. വരുന്നവർ പ്രത്യേകതയുള്ളവനാണെന്ന് അവൻ കേട്ടിരുന്നു. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, തന്റെ അടുക്കൽ വരുന്നവരെ പിന്തിരിപ്പിക്കാത്തവൻ, അന്ധർക്ക് കാഴ്ച നൽകുന്നവനും എന്ന്. അതിനാൽ അവൻ കരുണയാൽ സമ്പന്നനായ യേശുവിനോട് നിലവിളിക്കാൻ തുടങ്ങി. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. ആയിരക്കണക്കിന് ആളുകൾക്ക് നന്മ ചെയ്ത കർത്താവ് തനിക്കും നന്മ ചെയ്യുമെന്നും കാഴ്ച നൽകുമെന്നും അവന്റെ ഹൃദയത്തിൽ ഒരു വലിയ പ്രതീക്ഷ മിന്നിമറഞ്ഞു. അതെ, അതിനാൽ വിശ്വാസം കേൾക്കുന്നതിലൂടെയും കേൾക്കുന്നത് ദൈവവചനത്തിലൂടെയും വരുന്നു എന്ന് റോമർ 10:17 വാക്യത്തിൽ കാണാൻ സാധിക്കും. കർത്താവായ യേശു നമുക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അത് അവരുടെ വിശ്വാസം വികസിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നേടാൻ സഹായിക്കുകയും ചെയ്യും. ഇസ്രായേൽ ദേശത്തു നിന്നുള്ള ഒരു ചെറിയ അടിമ കുഷ്ഠരോഗിയായ നയമാനെ ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച് വിവരിച്ചിരിക്കാം. ഏലിശയെക്കുറിച്ച് ദൈവത്തിന്റെ ദാസൻ എന്നും അവനിലൂടെ ദൈവത്തിന്റെ എല്ലാ അത്ഭുതങ്ങളെയും. സിറിയൻ സൈന്യത്തിന്റെ കമാൻഡറായിരുന്ന നയമാൻ ആ ചെറിയ അടിമ പെൺകുട്ടിയുടെ വാക്കുകൾ നിരസിച്ചില്ല. പകരം അവൻ അവളുടെ വാക്ക് ഗൗരവമായി എടുത്തു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തിൽ വിശ്വസിച്ചു. ഏലിശയെ അന്വേഷിക്കാൻ സിറിയയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോയി. ഇക്കാരണത്താൽ അവന്റെ കുഷ്ഠം ഭേദമായി. അവൻ ദൈവിക സൗഖ്യവും ആരോഗ്യവും പ്രാപിച്ചു. പിശാചുബാധിതനായ മനുഷ്യൻ സുഖം പ്രാപിച്ചപ്പോൾ കർത്താവായ യേശു അവനോട് പറഞ്ഞു, നീ നിന്റെ കൂട്ടുകാരുടെ അടുക്കൽ പോയി കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ എന്താണെന്നും അവൻ നിന്നോട് എങ്ങനെ കരുണ കാണിച്ചെന്നും അവരോട് പറയുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്തതൊക്കെയും ദെക്കപ്പോലിയിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു എന്ന് മർക്കോസ് 5:19-20 വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ കർത്താവായ യേശു തന്നോട് പറഞ്ഞ എല്ലാത്തിനും ശമരിയാക്കാരത്തി സാക്ഷ്യം പറഞ്ഞു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന്. സാക്ഷ്യം പറഞ്ഞ സ്ത്രീയുടെ വാക്ക് നിമിത്തം ആ നഗരത്തിലെ അനേകം ശമരിയക്കാരും അവനിൽ വിശ്വസിച്ചു എന്ന്. ഇത് യോഹന്നാൻ 4:39 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ദൈവമക്കളെ, കർത്താവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച എല്ലാ ആനുകൂല്യങ്ങളെയും കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ കർത്താവിനോടുള്ള വിശ്വാസം വളർത്തും. തന്റെ നന്മയെക്കുറിച്ച് പങ്കുവയ്ക്കാനും കർത്താവിന് സാക്ഷിയായി ജീവിക്കാനുമുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി കർത്താവ് നിങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 1:8 വാക്യത്തിൽ തിരുവെഴുത്ത് ഇപ്രകാരം പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്നു പറഞ്ഞു എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 യോഹന്നാൻ 1:1 വാക്യം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 68-69 അധ്യായങ്ങൾ, വൈകുന്നേരം റോമർ 8-1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.